വേദേ സൂക്തം ശ്രവണസുഗധം വേദവേദാന്തസാരം മോദം നൽകുന്നകിലവനും മോദം നൽകുന്നുലകിലവനും നാദപീയൂഷപാനം സാദം മൂലം വലയുമളവിൽ മാനസം ശാന്തമാക്കാൻ വേദപ്രോക്തം നിഖിലഫലദം ദേവിതൻ പൂജ നിത്യം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സ്വാഗതം. നവമസ്കന്ധം ദശമാധ്യായമാണ് ഇന്ന് അവലോകനം ചെയ്യാൻ പോകുന്നത്. വിഷയം ഭൂമിയോട് ചെയ്യുന്ന അപരാധങ്ങളും തന്മൂലം അനുഭവിക്കേണ്ടി വന്ന ഫലങ്ങളെയുമാണ് ഇവിടെ നാരദൻ ചോദിച്ചതനുസരിച്ച് നാരായണ ഋഷി പറഞ്ഞു കൊടുക്കുന്നത്. നാരദൻ ചോദിക്കണോ, ഭൂമിദാനകൃതം പുണ്യം പാപം തദ്ധരണേന ച പരഭൂഹരണാൽ പാപം പരകൂപേ ഖനേന തഥാ ഖനനേ തഥാ. ഭൂമി ദാനം ചെയ്താൽ ലഭിക്കുന്ന പുണ്യവും അത് അപഹരിച്ചാലുണ്ടാകുന്ന പാപവും, അന്യന്റെ ഭൂമിയെ അപഹരിച്ചാലുണ്ടാകുന്ന പാപവും, അതുപോലെ അന്യർക്ക് വേണ്ടി കിണർ കുഴിച്ച് സ്വന്തമാക്കിയാലുണ്ടാകുന്ന പാപം, ഭൂമി ഖനനം കുഴിച്ച് ചെയ്താലുണ്ടാകുന്ന പാപം, ഭൂമിയിൽ മലമൂത്ര വിസർജനങ്ങൾ ചെയ്താലുണ്ടാകുന്ന പാപം, ഇതൊക്കെ എന്താണ് എന്ന് അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭൂമിയെ സംബന്ധമായ മറ്റ് പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയും അവയ്ക്കുള്ള പ്രായശ്ചിത്തങ്ങളും വേദോക്ത പ്രകാരം എന്താണ് എന്ന് പറഞ്ഞു തന്നാലും എന്ന് അപേക്ഷിക്കണു. നാരദന്റെ വാക്കുകൾ കേട്ട നാരായണ ഋഷി അതിൻ്റെ ഉത്തരം കൊടുക്കണു. ഭാരതത്തിൽ ആരെങ്കിലും ഒരുവൻ 12 അങ്കുലം ഭൂമി, 12 അടി ഭൂമി, ഒരങ്കുലം ഒരടി വരും, സന്ധ്യാവന്ദനാദികൾ ചെയ്ത് പരിശുദ്ധനായ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തു എന്നുണ്ടെങ്കിൽ അവന് കൈലാസത്തിൽ എത്തും എന്നാണ് വേദം പറയുന്നത്. സർവ സസ്യ സമൃദ്ധമായ ഭൂമിയാണ് ദാനം ചെയ്യുന്നത് എങ്കിൽ ആ ഭൂമിയിൽ എത്ര പൊടികളുണ്ടോ അത്രയും വർഷം ആ ദാനം ചെയ്തവൻ മരണാനന്തരം വിഷ്ണുലോകത്ത് സ്ഥിതി ചെയ്യുമെന്ന് പറയുന്നു. ഗ്രാമവും ഭൂമിയും ധാന്യവും ബ്രാഹ്മണന് ദാനം ചെയ്യുന്നവനും അത് വാങ്ങുന്നവനും രണ്ടുപേരും സർവപാപങ്ങളിൽ നിന്നും മുക്തരായി ദേവീസന്നിധിയിലെത്തും. ഭൂമി ദാനം ചെയ്യുന്ന സമയത്ത് അതിനെ അനുമോദിക്കുന്ന സജ്ജനം അവന്റെ മിത്രങ്ങളോടുകൂടി വൈകുണ്ഠത്തിലെത്തും. താൻ നൽകിയതോ അന്യൻ നൽകിയതോ ആയ ഭൂമിയെ ആരാണോ ബ്രാഹ്മണനിൽ നിന്ന് അപഹരിച്ചെടുക്കുന്നത് അവര് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം കാലസൂത്രം എന്ന നരകത്തിൽ കിടക്കും. അവന്റെ പുത്രപൗത്രാദികളും ഭൂമിയില്ലാത്തവരും ഐശ്വര്യം കെട്ടവരും സന്താനങ്ങളില്ലാത്തവരും ദരിദ്രരും ആയി ഘോരമായിട്ടുള്ള രൗരവം എന്ന നരകത്തിൽ ചെന്ന് പതിക്കും. ആരാണോ ഗോക്കൾക്ക് മേയാനുള്ള ഭൂമി കൃഷി ചെയ്യുന്നത് അവര് 100 ദിവ്യവർഷം കുംഭീഭാഗമാകുന്ന നരകത്തിൽ കിടക്കും. തൊഴുത്തും തടാകവും കിളച്ചു നികത്തി കൃഷി ചെയ്യുന്നവൻ 14 ഇന്ദ്രന്മാരുടെ കാലത്തോളം അസിപത്രം എന്ന നരകത്തിൽ കിടക്കും. 5 കൈ ചെളിയെങ്കിലും നീക്കിക്കളയാതെ അന്യന്റെ കുളത്തിൽ കുളിക്കുന്നവനും നരകത്തിൽ വീഴും. മാത്രമല്ല അവന്റെ സ്നാനത്തിനും ഫലമുണ്ടാവില്ല. കാമിയായിട്ടുള്ള ഒരുവൻ രഹസ്യമായി ഭൂമിയിൽ മലമൂത്ര വിസർജനങ്ങളെ അല്ലെങ്കിൽ അവന്റെ വീര്യം വിസർജിച്ചാൽ അവൻ ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അത്രയും കാലം രൗരവം എന്ന നരകത്തിൽ കിടക്കും. ഭൂമി രജസ്വലയായിരിക്കുന്ന, അതായത് ആ കർക്കടക മാസത്തിലെ 4 ദിവസം ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഭൂമിയിൽ വേല ചെയ്യുന്നവൻ കൃമിദംശം എന്ന നരകത്തിൽ 4 യുഗം കിടക്കേണ്ടി വരും. മറ്റുള്ളവർ കുഴിപ്പിച്ചതും നികന്നുപോയതുമായ കിണറോ കുളമോ കുഴിച്ച് നന്നാക്കിയാൽ
നന്നാക്കി അതിനെ സ്വന്തമാക്കിയാൽ അതിൻ്റെ പുണ്യം മറ്റുള്ളവർക്കാണ് ലഭിക്കുക. അങ്ങനെ ചെയ്യുന്നവരെ തപ്തകുണ്ടം എന്ന നരകത്തിൽ വീഴും. 14 ഇന്ദ്രന്മാരുടെ കാലത്തോളം അവർക്ക് അതിൽ കിടന്ന് നീറേണ്ടി വരികയും ചെയ്യും. 14 മനുക്കൾ, ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ചെയ്യുന്ന പകല് മുതൽ കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയം. 14 മനുക്കൾ, അപ്പോൾ 14 ഇന്ദ്രന്മാർ. അന്യന്റെ തടാകത്തിലെ ചെളിവാരി ശുദ്ധിയാക്കുന്നവൻ ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അത്രയും കാലം ബ്രഹ്മലോകത്ത് വസിക്കും. അതേമാതിരി തന്നെ വെറും നിലത്ത് ദീപം കത്തിച്ചു വയ്ക്കുന്നവൻ 7 ജന്മം അന്ധനായി ഭവിക്കും. നിലത്ത് ശംഖ് വയ്ക്കുന്നവൻ പിന്നെ അടുത്ത ജന്മത്തിൽ കുഷ്ഠരോഗിയായി തീരും. അതാണ് നമ്മളൊരു വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഒരു പലക അല്ലെങ്കിൽ ഒരു തട്ട് അല്ലെങ്കിൽ ഒരു ഇലയൊക്കെ മുറിച്ച് വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ വിളക്ക് കൊളുത്തി വെക്കേണ്ടത് എന്ന് പറയും. വെറും നിലത്ത് കൊളുത്തി വെക്കരുത്. അല്ലെങ്കിൽ പദ്മമൊക്കെ ഇട്ട് അതിൻ്റെ മുകളിലൊക്കെ വിളക്ക് കൊളുത്തി വെക്കാം. അതേമാതിരി തന്നെ ശംഖ് നിലത്ത് വെക്കരുത്. ശംഖിന് ശംഖപീഠമുണ്ട്. ആ ശംഖപീഠത്തിൽ വേണം ശംഖിനെ വെക്കാൻ. ശംഖിന് പൂജ ചെയ്തിട്ട് വേണം പിന്നെ അതുകൊണ്ട് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പൂജാവസാനത്തിൽ ശംഖ് നന്നായിട്ട് അതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ശംഖിനെ തിരിച്ച് മുകൾ ഭാഗം താഴത്താക്കി ആ ശംഖിനെ വേണ്ട വിധം വെക്കണം എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. മുത്ത്, മാണിക്യം, വജ്രം, സ്വർണം, രത്നം ഈ 5ഉം നിലത്ത് വയ്ക്കുന്നവരെ 7 ജന്മങ്ങളിൽ അന്ധനായി ഭവിക്കും. ശിവലിംഗം, ശിവപ്രതിമ നിലത്ത് വയ്ക്കുന്നവര് 100 മന്വന്തരം കൃമിഭക്ഷകനായി കഴിയേണ്ടി വരും. ശംഖ, യന്ത്രം, സാളഗ്രാമതീർത്ഥം, പുഷ്പം, തുളസീദളം എന്നിവ നിലത്ത് വയ്ക്കുന്നവര് നരകത്തിൽ പോകുമെന്നുള്ളത് തീർച്ചയാണ്. ജപമാല, പൂമാല, കർപ്പൂരം, ഗോരോജനം നിലത്ത് വയ്ക്കുന്ന മൂഢന് നരകത്തിൽ പോകേണ്ടി വരും. ചന്ദനമുട്ടിയും രുദ്രാക്ഷവും ദർഭയുടെ അടിഭാഗവും നിലത്ത് വയ്ക്കുന്നവൻ മന്വന്തരകാലം നരകത്തിൽ വസിക്കേണ്ടി വരും. പുസ്തകം, പൂണനൂല് നിലത്ത് വയ്ക്കുന്നവൻ ജന്മാന്തരത്തിൽ ബ്രാഹ്മണ ജന്മം ലഭിക്കില്ല. അവന് ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായ പാപവും അവന് ലഭിക്കും. ബ്രഹ്മ മുടിക്കൊണ്ടുള്ള പൂണുനൂൽ സർവവർണ്ണത്തിൽപ്പെട്ടവർക്കും പൂജ്യമാണ്. യജ്ഞം ചെയ്തതിന് ശേഷം ആരാണോ അവിടെ ക്ഷീരം തെളിക്കാതിരിക്കുന്നത് അവൻ തപ്തകുണ്ടത്തിൽ വീണ് 7 ജന്മം നീറും. ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്. അപ്പോൾ യജ്ഞ ചെയ്തതിന് ശേഷം യജ്ഞശാലയിലെ പാലൊക്കെ തെളിക്കുന്നതായിട്ടുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഭൂകമ്പം ഉണ്ടാകുമ്പോഴും ഗ്രഹണസമയത്തും ആരാണോ ഭൂമി കിളയ്ക്കുന്നത് അവൻ ജന്മാന്തരത്തിൽ മഹാപാപിയും അംഗഹീനനുമാവും. ജീവജാലങ്ങൾക്കെല്ലാം ഭവനമായിരിക്കുന്നത് കൊണ്ട് ഭൂമി എന്നും കശ്യപനെ സംബന്ധിച്ചതാകയാൽ കാശ്യപി എന്നും സ്ഥിര സ്വരൂപമുള്ളതുകൊണ്ട് അജല എന്നും ഭൂമിക്ക് പേരുകളുണ്ട്, കീർത്തിക്കപ്പെടുന്നുണ്ട്. അനന്ത സ്വരൂപിണിയായതുകൊണ്ട് അനന്തയും, എല്ലാ ജീവികളെയും ധരിക്കുന്നതുകൊണ്ട് വിശ്വംഭരയും, പൃഥുവിന്റെ പുത്രി ആയതുകൊണ്ട് പൃഥ്വിയുമായിട്ട് ഈ ഭൂമി അറിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമിദേവിയുടെ വിശേഷങ്ങളെ, അതേമാതിരി അരുതാത്തത് നമ്മൾ ചെയ്യുമ്പോൾ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന പാപങ്ങളെ, ഏതൊക്കെ നരകത്തിൽ പോകേണ്ടി വരും എന്നുള്ളതിനെയാണ് ഇവിടെ ഈ 10ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ചു പറഞ്ഞത്. അടുത്ത ഭാഗം നമുക്ക് നാളെ തുടർന്ന് കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.